വീഡിയോ എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ഒരു ചെറിയൊരു വോക്ക് റൗണ്ടാണ്. ഹ്യുണ്ടായി ക്രെറ്റയുടെ കാര്യം പറയാം, വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് കോമ്പാക്ട് SUV ആണ്. 4 മീറ്റർ എബോവ് 4 മീറ്റർ അല്ലെങ്കിൽ C സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള SUVൻ്റെ ഇലക്ട്രിക് വെർഷനാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് വീഡിയോ ഷോറൂം ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ കാര്യം പറയുന്നത് DRS തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കണക്റ്റിംഗ് DRS ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സീക്വൻഷ്യൽ ടൈപ്പ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ഹെഡ് ലാംപ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ LED പ്രൊജക്ടർ അല്ല, LED ഹെഡ് ലാംപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഗ്രില്ലിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മളെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇവിടെ കൂടെ നമുക്ക് ചാർജ് ചെയ്യാം. ഫ്രണ്ടിലായിട്ടാണ് ചാർജിങ് പോർട്ട്സ് വരുന്നത്. പിന്നെ ഹ്യുണ്ടായുടെ ലോഗോ വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഹ്യുണ്ടായുടെ ക്രെറ്റയുടെ ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇവിടെ തന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ്സിൻ്റെ ബോർഡ് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. 1 2 3 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇതാണ് ആക്റ്റീവ് എയറോ വെൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബാറ്ററി കൂളിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു എയറോ വെൻസ് ഉണ്ട്. ഇത് വണ്ടി ഓഫ് ആകുമ്പോൾ ക്ലോസ് ആവും, വണ്ടി ഓൺ ആകുമ്പോൾ ആണെങ്കിൽ ഇത് ഓപ്പൺ ആവും. പിന്നെ ഇവിടെ തന്നെ റെഡാർ വരുന്നുണ്ട്. സ്കിഡ് ലൈറ്റ്സ് ആണെങ്കിൽ സിൽവർ ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പ്രൊഫൈൽ. പിന്നെ വിൻസ്ക്രീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമൽ വൈപ്പേഴ്സാണ് വരുന്നത്. ഇവിടെ തന്നെ റഡാറിൻ്റെ ക്യാമറാസ് വരുന്നുണ്ട്, എഡാസിൻ്റെ ക്യാമറാസ് വരുന്നുണ്ട്. എഡാസ് ലെവൽ 2 ആണ് ഈ വാഹനത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട് പ്രൊഫൈൽ. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലോട്ട് ചെക്കൗട്ട് ചെയ്യാം. പ്രൊഫൈലിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ടയേഴ്സിൻ്റെ മേളിലായിട്ട് ക്ലാഡിങ്സ് വരുന്നുണ്ട്. ഇവിടെ ചെറിയ സിൽവർ എലമെൻറ്റ്സ് വരുന്നുണ്ട്. ടയേഴ്സിൻ്റെ കാര്യം പറയാൻ 17 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. എയറോ വീൽസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ബേസ് മോഡലിന് ഇതേ സെയിം ടയേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സെയിം സൈസാണ് വരുന്നത്. 215/60 R17 ആണ് വരുന്നത്. സെയിം ഗുഡ് ഇയറിൻ്റെ ടയേഴ്സാണ് ബേസ് മോഡലിൽ നിന്നും വരുന്നത്. ORMs ആണെങ്കിൽ ഓട്ടോ ഫോൾഡിംഗ് ORMs ആണ് വരുന്നത് വിത്ത് ക്യാമറാസ്. ഓട്ടോ ഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഫോൾഡബിളും ആണ്. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ കൂടെ തന്നെ നമുക്കിവിടെ എഡാസിൻ്റെ വാർണിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. അപ്പം ഇതാണ് ORMs. വിൻഡോ ഏരിയ അത്യാവശ്യമുണ്ട്. പിന്നെ റൂഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ നമ്മളുടെ ചെറിയ എലമെൻറ്റ്സ് ഉണ്ട്. ഹ്യുണ്ടായുടെ ഒരു ടിപ്പിക്കൽ എലമെൻറ്റ്സ് ഉണ്ട്. ക്രെറ്റയെ സൂചിപ്പിക്കുന്ന ഒരു എലമെൻറ്റ്സ് ആണിത്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. ഫംഗ്ഷനൽ അല്ല, നോർമൽ റൂഫ് റെയിൽസ് ആണ് വരുന്നത്. സൺ റൂഫ് ഈ വാഹനത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റീനയും വരുന്നുണ്ട്. ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 4.3 മീറ്റേഴ്സിൻ്റെ അടുത്താണ് ലെങ്ത്ത് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ അറൗണ്ട് 200 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. I think 180 mm ആണ് വരുന്നത്. റിയർ ഡിസ്ക് ബ്രേക്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതാണ് സൈഡ് പ്രൊഫൈൽ. ഒന്നുകൂടെ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇതാണ് ഓവറോൾ ലെങ്ത് ഓഫ് ദ കാർ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു നോർമൽ ക്രെറ്റ പോലെ സെയിം ലെങ്ത്താണ് ഈ വാഹനത്താണ് വരുന്നത്. റിയർ സീറ്റ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ റിയർ സീറ്റിൽ ഡോർ പാനൽസ് ആദ്യം ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഡോർ പാനൽസിൽ നമുക്ക് വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. സാധാ നോർമൽ സിൽവർ ഫിനിഷിലെ ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ബോസിൻ്റെ സ്പീക്കേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. പിന്നെ ഏറ്റവും യൂണീക്കായിട്ടുള്ള പാർട്ട് ഈ കാണുന്നതാണ് സൺവൈസേഴ്സ്. സൺഷെയ്ഡ്സ് വരുന്നുണ്ട്. സൺവൈസേഴ്സ് അല്ല, സൺഷെയ്ഡ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുണ്ട്. ലെതറിൻ്റെ എലമെൻറ്റ്സ് ആണ്. വൈറ്റ് കളറാണ് വിത്ത് ബ്ലൂ സ്റ്റിച്ചിങ്. അപ്പം ഇവിടെ തന്നെ സ്കഫ് പ്ലേറ്റ്സ് വരുന്നുണ്ട്. 3-pointed സീറ്റ് ബെൽറ്റ്സ് ഫോർ ഓൾ പാസഞ്ചേഴ്സ് ആണ്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. ഐസോഫിക്സ് മൗണ്ട്സും വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് റിയർ സീറ്റിലെ സേഫ്റ്റി ആസ്പെക്ട്സ്. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ലെതർ സീറ്റ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് വരുന്നത്. ബ്ലാക്കിൽ ആക്ച്വലി ഇതൊരു ഗ്രേ ഫിനിഷാണ് വരുന്നത് വിത്ത് ബ്ലൂ സ്റ്റിച്ചിങ്സ്. ആംറസ്റ്റ് ഈ വാഹനത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആംറസ്റ്റ് ഇപ്പോൾ ആക്സസബിൾ അല്ല, ഫുള്ളി കവർ ചെയ്തിട്ടുണ്ടോണ്ട് ആക്സസബിൾ അല്ല. അകത്തോട്ട് കയറുകയാണെങ്കിൽ ഇതാണ് സീറ്റ്. റിയർ സീറ്റ് ആക്ച്വലി നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പോൾ അത്യാവശ്യം ബാക്കിലോട്ടാണ് ഇട്ടേക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഇവിടെ തന്നെ ട്രേ വരുന്നുണ്ട്. ഇത് കവർ ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ തന്നെ ബോസ് മോഡ്സ് വരുന്നുണ്ട്. ഇതിവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ തന്നെ AC വെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2 Type-C പോർട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ചെറിയ മൊബൈൽ വെക്കാനുള്ള സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ തന്നെ ഗ്രാബ് ഹാൻഡിൽസിൻ്റെ ഇവിടെ ലൈറ്റ്സും വരുന്നുണ്ട്. ഇവിടെ ലൈറ്റ്സ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് റിയർ സീറ്റ് എക്സ്പീരിയൻസ്. നമുക്കിനി ബാക്ക് പ്രൊഫൈൽ ചെക്കൗട്ട് ചെയ്യാം. ഹ്യുണ്ടായി ക്രെറ്റയുടെ എക്സ്റ്റീരിയർ വ്യൂ. ബാക്ക് പ്രൊഫൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണക്റ്റിംഗ് ടെയിൽ ലാംപ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഓൾ LED ആണ് വരുന്നത്. ഹ്യുണ്ടായുടെ ലോഗോ ഉണ്ട്, ക്രെറ്റയുടെ ലോഗോ ഉണ്ട്. ഇത് ഇലക്ട്രിക്കാണ് സൂചിപ്പിക്കാൻ വേണ്ടി ഇലക്ട്രിക്കിൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈപ്പേഴ്സ് വരുന്നുണ്ട്, ഡീഫോക്കസ് വരുന്നുണ്ട്, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ തന്നെ ചെറിയൊരു സ്പോയിലർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് വരുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. നമ്മളുടെ റിവേഴ്സ് ലാമ്പ് ഇവിടെയാണ് വരുന്നത്. 3 ക്യൂബ്സ് ആയിട്ടാണ് ഓരോ സൈഡിലും വരുന്നുണ്ട്. ഇപ്പുറത്തും വരുന്നുണ്ട്, അപ്പുറത്തും വരുന്നുണ്ട്. സിൽവർ ഫിനിഷിലെ ഡിഫ്യൂസറാണ് വരുന്നത്. ക്യാമറ വരുന്നുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ഇലക്ട്രിക് ബൂട്ടാണ്, I think നോർമൽ ബൂട്ടാണ് വരുന്നത്, ഇലക്ട്രിക് അല്ല, സോറി. ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയാൻ നിയർലി 450 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ്. ആക്ച്വൽ ബൂട്ട് സ്പേസ് ഇപ്പം ഞാൻ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യുന്നതാണ്. ബോസിൻ്റെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ലൈറ്റ്സ് വരുന്നുണ്ട്.
ഇവിടെ തന്നെ സ്പെയർ വീലും വരുന്നുണ്ട്. അപ്പം ഇവിടെ തന്നെ പാർട്സ് ഷെൽഫും വരുന്നുണ്ട്. ബൂട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയർ പ്രൊഫൈൽ. നമുക്കിനി ഡ്രൈവേഴ്സ് വ്യൂ ചെക്കൗട്ട് ചെയ്യാം. അകത്തോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് ഡോർ പാനൽസിൻ്റെ കാര്യം പറയാം. സിൽവർ കളറിലെ ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. വിൻഡോ കൺട്രോൾസ്, ഓവറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഇതിൽ കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മെമ്മറി സീറ്റ്സിൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റേജസ് ഓഫ് മെമ്മറി സീറ്റ്സ് ആണ് വരുന്നത്. ലെതർ എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ തന്നെ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ബോസിൻ്റെ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സൈഡിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ സ്കഫ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു. സീറ്റ്സ് ആണെങ്കിൽ 8 വേ അഡ്ജസ്റ്റബിൾ ആണ്. ഹൈറ്റും റീച്ചും പിന്നെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നോർമൽ പെഡൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്ന. ബോണറ്റ് ഓപ്പൺ ലിവർ ഉണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൻ്റെയും ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെയും പാർക്കിംഗ് സെൻസേഴ്സിൻ്റെയും നമ്മുടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെയും അല്ലാത്ത സ്വിച്ചസ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ലെവലേഴ്സിൻ്റെ ഒക്കെ സ്വിച്ചസ് വരുന്നുണ്ട്. AC വെൻസ് വരുന്നുണ്ട്. ചെറിയൊരു മാഗ്നറ്റ് വരുന്നുണ്ട്. നമുക്ക് കുറേ മാഗ്നറ്റ് ഹുക്ക് ചെയ്യാൻ പറ്റും. സീറ്റിൻ്റെ കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ലെതർ സീറ്റ്സ് ആണ് വരുന്നത് വിത്ത് ബേജ് ആൻഡ് ഗ്രേ ഫിനിഷ്. ബ്ലൂ സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഇവിടെ തന്നെ ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ സീറ്റ്സിൻ്റെ കാര്യം പറയാൻ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഓഫർ ചെയ്യുന്ന. അത്യാവശ്യം കൂളിംഗ് ഫംഗ്ഷനുള്ള സീറ്റ്സ് ആണ്. നമുക്കിനി ഡ്രൈവേഴ്സ് വ്യൂ ചെക്കൗട്ട് ചെയ്യാം. ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ അകത്തോട്ട് ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം എലിവേറ്റഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സീറ്റ് ഞാൻ നോർമൽ പൊസിഷൻ എൻ്റെ ഹൈറ്റിൻ്റെ അക്കോർഡിംഗിലായിരുന്നു പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീൽ ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീൽ വരുന്ന ഡിഫറൻറ്റ് സ്റ്റിയറിംഗ് വീലാണ്. നോർമൽ ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് സ്റ്റിയറിംഗ് ലുക്സ് റിയലി ഗുഡ്. ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ എഡാസ് റിലേറ്റഡ് കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ തന്നെ ഹ്യുണ്ടായുടെ ലോഗോ അല്ല വരുന്ന അയോണിക് 5ൻ്റെ സെയിം ലോഗോ ആണ് ഈ സ്റ്റിയറിംഗ് വീലിനകത്ത് വരുന്നത്. ഇവിടെ തന്നെ മീഡിയ കൺട്രോൾസും വരുന്നത്. അതാണ്ട് ഈ കാണുന്നതാണ് ഗിയർ ഷിഫ്റ്റേഴ്സ് വരുന്നത്. DNR ആണ് പാറ്റേൺ വന്നിരിക്കുന്നത്. മേളിലോട്ടാണ് ഡ്രൈവ് വരുന്നത്. ന്യൂട്രൽ വരുന്നുണ്ട്. റിവേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ പാർക്കിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിൻ്റെ പാനൽസ് വരുന്നുണ്ട്. വൈപ്പറിൻ്റെ ടോഗിൾസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വൈപ്പേഴ്സാണ് വരുന്നത്. ഹെഡ്ലൈറ്റ്സിൻ്റെ ടോഗിൾസ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ്സ് ഓട്ടോമാറ്റിക്കാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം പറയുന്നത് 10.25 ഇഞ്ചിൻ്റെ LED പാനലാണ് വരുന്നത്. നമ്മൾ ഇതിൽ കൂടെ ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അനലോഗ് മീറ്റേഴ്സിൻ്റെ ഗ്രാഫിക്സ് എല്ലാം മാറുന്നുണ്ട്. ഇതിൽ കൂടെ തന്നെ റേഞ്ച് കാണിക്കുന്നുണ്ട്. സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ ടോർക്കിൻ്റെയും പവറിൻ്റെയും ചാർജിൻ്റെയൊക്കെ ഓപ്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് ടു empty എല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് ഗിയറിലാണ്. പിന്നെ എഡാസിൻ്റെ കൺട്രോൾസ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ടച്ച് സ്ക്രീൻ്റെ കാര്യം പറയുന്നത് 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബ്ലൂ ലിങ്കും കണക്റ്റഡ് കാർ ടെക് ഫീച്ചേഴ്സ് ലൈക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം വയർഡാണ് വരുന്നത്. ബ്ലൂ ലിങ്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വയർഡാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് വരുന്നത്. നമുക്കിനി ക്യാമറ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ബേർഡ്സ് ഐ വ്യൂ അല്ലെങ്കിൽ 360 വ്യൂ ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ക്യാമറ ക്വാളിറ്റി സീംസ് റിയലി ഗുഡ്. നല്ല ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ടച്ച് റെസ്പോൺസാണ് ഓഫർ ചെയ്യുന്നത്. അതിൻ്റെ താഴെ തന്നെ AC വെൻസ് വരുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു ബഞ്ച് ഓഫ് കൺട്രോൾസ് ആണ് വരുന്നത്. സ്വിച്ചസ് അല്ല, ടച്ച് പാനലാണ് വരുന്നത്. നമ്മൾ മീഡിയ കൺട്രോൾസിൻ്റെ ടച്ച് സ്വിച്ചസ് ആണ് വരുന്നത്. ഇവിടെ കൂടെ തന്നെ നമുക്ക് മീഡിയ ആക്സസ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് AC ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഡുവൽ സോൺ AC ആണ് വരുന്നത് വിത്ത് സെവറൽ കൺട്രോൾസ്. അതിൻ്റെ താഴെ തന്നെ ഇവിടെ USB പോർട്ട്സ് വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ സോക്കറ്റും വരുന്നുണ്ട്. പിന്നെ നമ്മൾ വയർലെസ് ചാർജറും വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ കുറേ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. ഒരു ബ്ലൂ കളറിലെ ആംബിയൻ ലൈറ്റിംഗ് ആണ് വരുന്നത്. സെൻട്രൽ കൺസോളിൻ്റെ ഇവിടെ തന്നെ ഈ സറൗണ്ടിങ്സ് ആയിട്ട് തന്നെ ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് മോഡ് സെലക്ടർ വരുന്നുണ്ട്. പാർക്കിംഗ് ബ്രേക്കിൻ്റെ സ്വിച്ചസ് വരുന്നു. ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. നമ്മുടെ ക്യാമറയുടെ ആക്സസിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. 2 വെൻറ്റിലേറ്റഡ് സീറ്റ്സിൻ്റെ സ്വിച്ചസും വരുന്നുണ്ട്. സ്റ്റോറേജ് ഏരിയ നോക്കുവാണെങ്കിൽ ഡ്രൈവർ സൈഡ് ആംറെസ്റ്റിൻ്റെ താഴെ തന്നെ സ്റ്റോറേജ് ഏരിയ വരുന്നത്. കൂൾഡ് ഫംഗ്ഷനാണ്. ഗ്ലോ ബോക്സിലാണ് അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇവിടെ തന്നെ ചെറിയ ആംബിയൻ ലൈറ്റിംഗിൻ്റെ വരുന്നുണ്ട്. അത്യാവശ്യം ആംബിയൻ ലൈറ്റ് ഈ വാഹനത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഒരു വൈറ്റ് കളറിലെ തീമാണ് വരുന്നത്. വൈറ്റും ഒരു ഗ്രേ ഫിനിഷിലാണ് വരുന്നത്. ഇവിടെ തന്നെ ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. IRMs ആണ്, ഡേ നൈറ്റ് IRMs ആണ് വരുന്നത്. ഈ SOSൻ്റെയും പിന്നെ ബ്ലൂ ലിങ്കിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. റീഡിംഗ് ലാംപ്സും വരുന്നുണ്ട്. ഈ വാഹനത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സൺറൂഫ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ പാനോറാമിക് സൺറൂഫാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ സൺറൂഫ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. അത്യാവശ്യം വലിയ സൺറൂഫാണ്. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ സൺറൂഫാണ് ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്കിനകത്ത് ഓഫർ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ. ഹ്യുണ്ടായി ക്രെറ്റ EVയുടെ ഫ്രണ്ട് ട്രങ്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ഹുഡ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റോറേജ് ഏരിയ കാണാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഗ്രോസറീസ് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ചാർജിങ് സെറ്റ് അവിടെ വയ്ക്കാവുന്നതാണ്. അതൊരു യൂണിക് ഫീച്ചറാണ്. അപ്പോൾ ഇനി നമുക്ക് പവർ ട്രെയിൻസിൻ്റെ കാര്യം പറയാം. ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്കിന് 2 ബാറ്ററി ഓപ്ഷൻസാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 42 kWh ബാറ്ററി പാക്കാണ്. 390 km ഓഫ് റേഞ്ചാണ് ഓഫർ ചെയ്തേക്കുന്നത്. പവറിൻ്റെ കാര്യം പറയാൻ 133 bhp 255 Nm ഓഫ് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 51.4 kWh ബാറ്ററി പാക്കാണ്. 490 km ഓഫ് റേഞ്ചാണ് ഓഫർ ചെയ്യുന്നത്. പവറിൻ്റെ കാര്യം പറയുന്നത് 171 bhp
255 Nm ഓഫ് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ചെറിയൊരു വോക്ക് റൗണ്ട്. ബിഫോർ എൻഡിങ് ദിസ് വീഡിയോ ഷോർ ഓൺ ഡീറ്റെയിൽസ് ഇപ്പം സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ.